നമസ്കാരം. കഴിഞ്ഞ ദിവസം ലെബനനിലുണ്ടായ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. പ്രധാനമായും ഈ പേജറുകൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല എന്നാണ് സത്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പേജർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വന്ന വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നത് ഗോൾഡ് അപ്പോളോ എന്ന ഒരു പേരാണ്. അതൊരു തൈവാൻ കമ്പനിയായിരുന്നു. എന്നാൽ ഈ തൈവാൻ കമ്പനി ആകട്ടെ ഇത് തങ്ങളല്ല നിർമ്മിച്ചതെന്നും തങ്ങൾ മറ്റൊരു സ്ഥാപനത്തിന് ഇതിൻ്റെ കോൺട്രാക്റ്റ് നൽകുകയായിരുന്നെന്നും അതിൻ്റെ ആസ്ഥാനം ഹംഗറിയാണ് എന്നുമാണ് വെളിപ്പെടുത്തിയിരുന്നത്. ഹംഗറിയിലെ BSc കൺസൾട്ടിംഗ് KFT എന്ന സ്ഥാപനത്തിനാണ് തങ്ങൾ ഉപകരാർ നൽകിയിരുന്നത് എന്നാണ് തൈവാൻ കമ്പനി പറഞ്ഞത്. എന്നാൽ ഹംഗറിയിലെ ഈ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം അന്വേഷിച്ച മാധ്യമപ്രവർത്തകർ കണ്ടെത്തിയത് ആൾപ്പാർപ്പുള്ള മേഖലയിലെ ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലെ A4 ഷീറ്റ് വലിപ്പമുള്ള ഒരു ഗ്ലാസ് വാതിലിലാണ് സ്ഥാപനത്തിൻ്റെ പേര് എഴുതി വച്ചിട്ടുള്ളത്. പുറത്തു വന്ന പേര് വെളിപ്പെടുത്താൻ സംബന്ധിച്ച വനിതയാകട്ടെ ഇത് നിരവധി കമ്പനികളുടെ ആസ്ഥാനമാണ് എന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ BSc കൺസൾട്ടിംഗ് KFT എന്ന കമ്പനിയുടെ ആൾക്കാർ ഒരിക്കലും അവിടെ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ക്രിസ്റ്റീന റൊസാരിയോ ബർസറി അർസീഡിയോ കോന എന്ന വനിതയാണ് കമ്പനിയുടെ CEO എന്ന് സമൂഹ മാധ്യമങ്ങളിലെ വിവരങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. യുനെസ്കോ, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി എന്നിവിടങ്ങൾ മുമ്പ് ഇവർ ജോലി ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇവരെ നേരിട്ട് ബന്ധപ്പെടാനുള്ള മാധ്യമപ്രവർത്തകരുടെ ശ്രമങ്ങളൊന്നും തന്നെ ഇനിയും വിജയിച്ചിട്ടില്ല. എണ്ണ ഖനനം മുതൽ കമ്പ്യൂട്ടർ ഗെയിം നിർമ്മാണം വരെ വിവിധ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും ചെറിയൊരു സ്ഥലത്ത് 5000-ലധികം പേജുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ളത് എന്ന് സ്വാഭാവികമായും ആരും ചിന്തിച്ചു പോകും. തങ്ങളുടെ കൈവശമുള്ള സ്മാർട്ട് ഫോണുകൾ ഒരുപക്ഷെ ഭാവിയിൽ അപകടകരമായേക്കാമെന്ന് കരുതിയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള എല്ലാവരും ഇനി മുതൽ പേജർ ഉപയോഗിച്ചാൽ മതി എന്ന നിർദ്ദേശം നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 5000-ഓളം പേജറുകൾക്ക് ഓർഡർ കൊടുത്തതും. ആദ്യം തൈവാൻ കമ്പനിക്കാണ് ഓർഡർ കൊടുത്തത് എന്ന് പറയപ്പെടുന്നെങ്കിലും പിന്നീട് അവരത് കൈമാറിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കമ്പനി ഇവിടെ നിലവിലുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ചുരുക്കത്തിൽ ഇതൊക്കെ തന്നെ മൊസാദയുടെ ഒരു തന്ത്രമായിരുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. വളരെ കൃത്യമായ കണക്കൂട്ടലോട് തന്നെയാണ് ഇതെല്ലാം തന്നെ ചെയ്തത് എന്നുള്ളത് ഉറപ്പാണ്. അതിനിടെ ഇന്നലെ ഉണ്ടായ വാക്കി ടോക്കി സ്ഫോടനവുമായി ബന്ധപ്പെട്ടും നിരവധി സംശയങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. ജാപ്പാനീസ് കമ്പനിയായ ഐക്കോമാണ് ഈ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികൾ നിർമ്മിച്ചത് എന്നാണ് മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. എന്നാൽ സ്ഥാപനമാകട്ടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് തങ്ങൾ അന്വേഷണം നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ ഐക്കോം അറിയിച്ചിട്ടുള്ളത്. ജപ്പാനിലെ വളരെ പ്രമുഖമായ സ്ഥാപനമാണ് ഐക്കോം. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഉപകരണങ്ങളുടെയും സുരക്ഷ സംബന്ധിച്ച് അവർ കൃത്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത്. പക്ഷേ അവിടെ നിന്ന് നിർമ്മിച്ച അല്ലെങ്കിൽ അതിൻ്റെ ലേബലൊട്ടിച്ച ഈ വാക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളത് കമ്പനിയെ ഇപ്പോൾ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അവരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നാണ് കമ്പനി അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. തങ്ങളുടെ സ്ഥാപനം വളരെ പേരുകേട്ടതാണെന്നും സൽപ്പേരുള്ളതാണെന്നും ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥാപനങ്ങൾ തങ്ങൾ നിർമ്മിച്ച വാക്കി ടോക്കികളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഐക്കോം പറയുന്നത്. അതിനിടയിൽ പിന്നെ എങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് കമ്പനിക്ക് യാതൊരു കാര്യങ്ങളും അറിവില്ലെന്നും ഇത് സംബന്ധിച്ച് തീർച്ചയായും ശക്തമായ തോതിൽ തന്നെ അന്വേഷണം നടത്തുമെന്നുമാണ് ഐക്കോം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്.